നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി 2ാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠമായ പ്രകാശം ജലം പോലെയാണ് എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്: കാർജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. ഇവ നഷ്ടപ്പെട്ടതിന്റെ വേദനയും അതിന്റെ വീണ്ടെടുപ്പും മാർക്കസ് ആവിഷ്കരിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കി എഴുതുക. ടോട്ടോയും ജോവലും ക്രിസ്മസ് ആയപ്പോൾ തുഴവെള്ളം വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാർജിനയിൽ മടങ്ങി ചെല്ലുമ്പോൾ വാങ്ങാമെന്നായിരുന്നു പപ്പ കൊടുത്ത മറുപടി. കാർജിനയിൽ അവർ താമസിച്ചിരുന്നത് ഒരു തുറമുഖ നഗരത്തിലാണ്. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള സ്ഥലം. വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ളത് ഷവറിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് കുട്ടികളോട് അമ്മ പറയുന്നു. അവരും ഭർത്താവും പറഞ്ഞത് ശരിയാണെന്ന് കഥാകൃത്ത് പറയുന്നുണ്ട്. കാരണം കാർജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിനോട് ചേർന്ന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. കൂടാതെ 2 വലിയ വള്ളങ്ങൾ വയ്ക്കാവുന്ന ഒരു ഷെഡും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന മാഡ്രിഡ് എന്ന് പറയുന്ന പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നും തന്നെയില്ല. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 5ാം നിലയിലുള്ള ഒരു ഇടുങ്ങിയ അപ്പാർട്ട്മെന്റിലാണ് അവർ തിങ്ങിക്കൂടി കഴിയുന്നത്. ഇതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന, വിശാലമായ ഒരു ലോകം നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് നമുക്ക് കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടതിനെ എല്ലാം തങ്ങളുടെ ഭാവനയിലൂടെ ആ ഭാവനാ ലോകത്ത് വീണ്ടെടുക്കാൻ കുട്ടികൾ നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തുറമുഖവും കടലും എല്ലാം കുട്ടികൾ ഒരിക്കൽ കൂടി അവരുടെ സങ്കല്പത്തിൽ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ കൈവിട്ടുപോയ പലതിനെയും അവര് തിരിച്ചെടുക്കുന്നത്, വീണ്ടെടുക്കുന്നത്, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം: കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയുന്നതിലും ഭാവനാത്മകമായ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിലും മുതിർന്നവർ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ഈ കഥയിൽ സൂചനകളുണ്ടോ? കഥാസന്ദർഭങ്ങൾ കണ്ടെത്തി ചർച്ചക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയുന്നതിനും ഭാവനാത്മകമായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും മുതിർന്നവർ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് നമുക്ക് ഈ കഥയിൽ തന്നെ പല ഇടങ്ങളിലും സൂചനകളുണ്ട്. ക്രിസ്മസ് വന്നപ്പോൾ അവരോട് വള്ളം വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളുടെ പപ്പ അവർക്ക് വള്ളം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ വള്ളം തുഴയാനുള്ള സൗകര്യം ഇല്ലാതിരുന്നിട്ടും ആ കുട്ടികളെ നിരാശപ്പെടുത്താൻ അച്ഛൻ തയ്യാറായില്ല. മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കുമ്പോഴും ആ പിതാവ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവരാവശ്യപ്പെട്ടു, അതുകൊണ്ട് അത് കൊടുത്തു. അവിടെ അതിന് സാഹചര്യമില്ലെന്ന് അറിയാമായിരുന്നിട്ടും അവരുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ ഉന്നത നിലവാരം പുലർത്തിയാൽ സമ്മാനം നൽകാമെന്ന് പറയുന്നത് അവര് ഒട്ടും മടി കൂടാതെ നിറവേറ്റുന്നുണ്ട്. സഹപാഠികൾക്ക് പാർട്ടി നടത്താനുള്ള അനുവാദം അവര് നൽകുന്നുണ്ട്. അത് അവരുടെ ആ ഡിമാൻഡ് വളരെ സന്തോഷപൂർവ്വമാണ് മാതാപിതാക്കൾ അംഗീകരിക്കുന്നത്. മുതിർന്നവരുടെ അളവുകോല് കൊണ്ട് നമ്മൾ പലപ്പോഴും കുട്ടികളെ അളക്കാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടാൽ പിന്നെ കുട്ടികളുടെ മനസ്സ് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഭാവനാത്മകമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത്. അത്ഭുതകരമായ സിദ്ധികളാണ് അവരുടെ ആ ഭാവന നിറഞ്ഞ ആ ലോകത്ത് അല്ലെങ്കിൽ ആ മനസ്സിൽ പലപ്പോഴും ഉള്ളത്. അപ്പൊ അതിൽ മാതാപിതാക്കൾക്കും മറ്റ് മുതിർന്നവർക്കും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ കഴിയും. അവരുടെ ലോകത്തെ വിശാലമാക്കുന്നതിന്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ. ഓരോ കുട്ടിയുടെയും അഭിരുചി തിരിച്ചറിഞ്ഞ് സർഗാത്മകമായ ശേഷികൾ അവരിൽ വളർത്തിയെടുക്കാനുള്ള പിന്തുണ നൽകുന്ന മാതാപിതാക്കളെ ആണ് ഇവിടെ മാർക്കസ് നമ്മൾക്ക് ഈ കഥയിൽ അവതരിപ്പിച്ച് കാണാൻ കഴിയുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും ലെയും സംഭവങ്ങൾ വിവരിക്കുന്നിടത്ത് കുട്ടികളുടെ ഒരു ഭാവനാ ലോകത്തിൽ അവർ വിഹരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിട്ട് കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ പ്രകാശം ജലം പോലെയാണ് എന്ന രചനയുടെ പ്രമേയ ആവിഷ്കാരത്തിന് മാർക്കസ് പ്രയോജനപ്പെടുത്തിയത് എങ്ങനെ? കഥ അപഗ്രഥിച്ച് നിരൂപണം ചെയ്യുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അത്ഭുതവും മാന്ത്രികതയും നിറഞ്ഞതാണ് മാർക്കസ് എന്ന കഥാകാരന്റെ ലോകം എന്ന് പറയുന്നത്. മാന്ത്രികമായ അവതരണം യാഥാർത്ഥ്യത്തെ കൂടുതൽ മിഴിവോടെ വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ആവിഷ്കരണത്തിനുള്ള ഉപാധിയായിട്ട് മാറുന്നുണ്ട്. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ പലതും അസംഭവ്യമാകുന്നതാണ് എന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് കഥ വായിക്കുമ്പോൾ ഇതൊക്കെ സംഭവ്യമാണോ എന്ന് തീർച്ചയായും സംശയം ഉണ്ടാകും. അസംഭവ്യമാണ് എന്ന് തോന്നും. പക്ഷേ ഇവയെല്ലാം സംഭവിച്ചതാണ് എന്നാണ് മാർക്കസ് ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നിത്യജീവിതത്തിലെ യഥാർത്ഥ വ്യക്തികളും സംഭവങ്ങളുമാണ് കഥയിൽ കടന്നു വരുന്നത് അല്ലെ. ഭാവനാലോകത്തെ ആളുകളല്ല, അവരെല്ലാം
യഥാർത്ഥ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ അവതരണത്തിൽ മാത്രമാണ്, ആ ഭാവനയുടെ അവതരണത്തിലാണ് ആ മാന്ത്രികതയിലേക്ക് ആ ലോകം കിടക്കുന്നത്. കഥയിൽ ബുധനാഴ്ചകളിലെ കുട്ടികളുടെ ലോകത്തിന്റെ അവതരണം മാന്ത്രിക യാഥാർത്ഥ്യത്തിന്, മാജിക്കൽ റിയലിസത്തിന് ഒരു മികച്ച ഉദാഹരണമാണ്. പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പോലെ സ്വർണ്ണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. നിലത്തു നിന്ന് 3 അടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നവരെ അവർ നോക്കി നിന്നു. പിന്നെ അവർ കറണ്ട് വിച്ഛേദിച്ച് തുഴവെള്ളം വെളിയിലെടുത്ത് വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു. ഇങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നുവിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു എന്നാണ് കഥാകൃത്ത് എഴുതുന്നത്. യാഥാർത്ഥ്യത്തെ മാന്ത്രികതയുടെ ഒരു ലോകത്തേക്ക് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്രകാരമാണ് മാർക്വസ് അവിടെ പ്രവർത്തിക്കുന്നത്. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം, അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിന്റെ മുൻവശത്തുകൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്ന് നമ്മുടെ കഥാകാരൻ എഴുതുമ്പോൾ, കഥാകൃത്ത് യാഥാർത്ഥ്യത്തെ അതിയാഥാർത്ഥ്യത്തിലേക്ക്, അത് തികച്ചും ശരിയാണെന്നുള്ള രീതിയിലേക്ക്, അല്ലെ, അത് കുട്ടികൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ചുറ്റുമുള്ളവരും കൂടെ അവർക്കും കൂടി അത് അനുഭവേദ്യമാകുന്നു. അപ്പോൾ അതിയാഥാർത്ഥ്യത്തിലേക്ക് അത് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീകടത്തലുകാർ കാണുന്ന ദൃശ്യങ്ങൾ മാജിക്കൽ റിയലിസത്തിന്റെ ലോകമാണ് തുറന്നിടുന്നത്. സോഫയും പുൽത്തോലിൽ പൊതിഞ്ഞ ചാരുകസേരകളും സ്വീകരണ മുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടന്നു. ഒന്നാന്തരം ഒരു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നു. ഇങ്ങനെ ഒഴുകി നടക്കുന്ന വസ്തുക്കളും കുട്ടികളും ചേർന്ന് മായികമായ ഒരു അന്തരീക്ഷം തെളിഞ്ഞു വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന രചനാ സങ്കേതത്തെ വളരെ സമർത്ഥമായി കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. പ്രകാശം ജലം പോലെയാണ് എന്നുള്ള ഈ കഥ അതിനൊരു മികച്ച ഉദാഹരണമാണ്. മുതിർന്നവരുടെ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് സമാന്തരമായി, മുതിർന്നവരുടെ ലോകത്തിന് സമാന്തരമായി ഒരു കുട്ടികളുടെ മാന്ത്രിക ലോകമാണ് ഇവിടെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. യാഥാർത്ഥ്യത്തെ കൂടുതൽ ശക്തമായി ആവിഷ്കരിക്കാൻ ഈ സങ്കേതം കൊണ്ട് സാധ്യമാകുന്നു. യാഥാർത്ഥ്യത്തിൽ വേരുകൾ ഉള്ളതാണ്, യാഥാർത്ഥ്യമില്ലാത്തതല്ല, അതിൽ വേരുകൾ ഉറപ്പിച്ചിട്ടുള്ളതാണ് മാജിക്കൽ റിയലിസം എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം, റോബർട്ട് ഫ്രോസ്റ്റിന്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന ഇതിൽ നിന്നെടുത്തിട്ടുള്ള ചില വരികളാണ്. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep എന്ന വരികൾ. ഇതിടെ 2 പേര് ഇതിന്റെ വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കാവ്യഭാഗം 2 കവികൾ വിവർത്തനം ചെയ്തതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. വിവർത്തനത്തിൽ ഇവർ സ്വീകരിച്ച ഭാഷാപരവും ഭാവപരവുമായ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. NV കൃഷ്ണവാര്യരുടേതാണ് ആദ്യത്തെ വിവർത്തനം. മോഹനം വനം സാന്ദ്രഗഹനം നീലശ്യാമം, പക്ഷേ ഞാൻ പാലിക്കേണം ഒട്ടേറെ പ്രതിജ്ഞകൾ, പോകേണമേറെ ദൂരം വീണുറങ്ങിയിടും മുന്നേ. ഇതാണ് NVയുടെ വിവർത്തനം. മറ്റൊന്ന് കടമ്മനിട്ടേതാണ്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റു നിദ്രയില്ലേ ഇപ്പതിനു മുൻപിലായി എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. NV കൃഷ്ണവാര്യരുടെയും കടമ്മനിട്ട രാമകൃഷ്ണനും വ്യത്യസ്തമായ രീതിയിൽ കവിത എഴുതുന്നത് കവിതകളാണ്. ഒരു കവി മറ്റൊരു കവിയെ പോലെ അല്ല എന്ന് നമുക്കറിയാം. വിവർത്തനത്തിലും അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വളരെ പ്രസിദ്ധമായ വരികളാണ്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ 2 വരികളും 2 പേരും വിവർത്തനം ചെയ്തിട്ടുള്ളത് ഒരു കവിത തന്നെ, വരികൾ തന്നെയാണ്. കടമ്മനിട്ടയുടെ വിവർത്തനത്തിന്റെ ഗാനാത്മകത നമുക്കിവിടെ കാണാൻ കഴിയും. NVയുടെ വിവർത്തനത്തിൽ മൂലകവിതയെ പദാനുപദം പിന്തുടരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഓരോ വാക്കിനും അതിന്റെ പദങ്ങളുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫ്രോസ്റ്റിന്റെ കവിതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. വിവർത്തന കവിതയെന്ന് തോന്നാത്ത വിധത്തിലാണ് കടമ്മനിട്ട ഈ കവിതയെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായ ഈണവും താളവും ഭാവവും ഒക്കെ ഈ വിവർത്തനത്തിൽ കാണാൻ കഴിയും. NVയുടെ വിവർത്തനം NVയുടെ കവിതയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ കടമ്മനിട്ടയുടെ വിവർത്തനത്തിൽ സ്വന്തം അദ്ദേഹത്തിന്റെ തന്നെ കാവ്യ സ്വത്വം അതിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. വൈകാരികമായ ഒരു അകലം പാലിച്ചുകൊണ്ടാണ് NV കൃഷ്ണവാര്യർ ഈ വിവർത്തനത്തെ എടുത്തിരിക്കുന്നത്. 2 കവികളും വ്യത്യസ്ത രീതിയിലാണ് റോബർട്ട് ഫ്രോസ്റ്റിനെ കവിതയെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തത് ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. വിശ്രുത ചിത്രകാരൻ സാൽവദോർ ദാലിയുടെ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്ന പെയിന്റിങ്ങിന് ഒരു വ്യാഖ്യാനം എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ മാജിക്കൽ റിയലിസം പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യ സങ്കേതത്തെയാണ് പരിചയപ്പെടുന്നത്. സർ റിയലിസം എന്നാണ് അതിന്റെ പേര്. ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനാണ് സാൽവദോർ ദാലി. 1932 ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച സർ റിയലിസ്റ്റ് പ്രദർശനത്തിലാണ് ഈ ഓർമ്മയുടെ നൈരന്തര്യം, ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി
ഇദ്ദേഹം പ്രദർശിപ്പിക്കുന്ന തളിർത്ത ദലങ്ങൾ പോലെ ഒഴുകി നടക്കുന്ന ഘടികാരങ്ങൾ, മുണ്ടിത ശിരസ്കായ വൃക്ഷരൂപങ്ങൾ, നിലാവിനപ്പുറം സ്വപ്നപഥത്തിൽ എന്ന പോലെ ധ്യാനമൂകമായ പർവ്വതങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്ന ഓർമ്മയുടെ വിസ്മയകരമായ ഒരു അരങ്ങാണ് ഇവിടെ ഈ ചിത്രത്തിൽ ചിത്രകാരൻ ഒരുക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് ദൈവവുമായി ദാലി നടത്തിയ മധുരമായ സംവാദത്തിൽ ഘടികാരങ്ങളെ കുറിച്ച് ദാലി ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങ് സമ്മാനിച്ച മുയൽ കുഞ്ഞിനെ പോലെയുള്ള ഘടികാരവും മേഘസമാനമായ തൂവൽ ഘടികാരവും ഞാൻ കൊണ്ടുപോകുന്നു. ഘടികാരങ്ങളുടെ ടിക് ടിക് നാദം മാത്രം അങ്ങ് തിരിച്ചെടുക്കുക. 1930കളിലെ ലോകാന്തരീക്ഷം ദാലിയുടെ അബോധ മനസ്സിൽ സൃഷ്ടിച്ച തരംഗങ്ങളാണ് ഈ ചിത്രത്തെ സ്വപ്നാത്മകമാക്കുന്നത്. അബോധ മനസ്സിൽ അവ്യാഖ്യേയമായി രൂപപ്പെടുന്ന അനുഭൂതികളുടെ ഒരു ആവിഷ്കാരം തന്നെയാണ് ഈ ചിത്രമെന്ന് പറയാൻ കഴിയും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വേദനകളെ അസ്വസ്ഥതകളെയും ഒക്കെ കാലഘട്ടത്തിന്റെ ഒരു വേദനയായും അസ്വസ്ഥയായും അതിലേക്ക് സമന്വയിക്കുകയും അവയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രകാരനാണ് ദാലി. ഓർമ്മകളുടെയും സ്വപ്നത്തിന്റെയും അതിസാന്ദ്രമായ ആവിഷ്കാരമാണ് എന്ന് നമുക്ക് ഈ ചിത്രത്തെ പറയാൻ കഴിയും. ഉരുകി ഒലിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന ക്ലോക്കുകൾ യഥാർത്ഥത്തിൽ ചരിത്രത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. മരുഭൂമിയാകുന്ന ഭൂമിയും ഉണങ്ങിക്കരിയുന്ന വൃക്ഷങ്ങളും യാഥാർത്ഥ്യത്തിന്റെ അടുത്ത തലമാണ്, അല്ലെ, അതിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ആവിഷ്കരിക്കുന്നത്. മരുഭൂമികളും തരിശുകളും ഭൂമിയിൽ സൃഷ്ടിക്കുന്ന കാലത്തിന്റെ സാക്ഷ്യമാണ് എന്ന് നമുക്ക് പറയാം ഈ ചിത്രത്തെ. ദാലിയുടെ സ്വപ്നത്തിന്റെ തുടർച്ചയാണ് ഓർമ്മയുടെ നൈരന്തര്യം. സ്വപ്നം ഓർമ്മയായി പരിണമിക്കുന്നു, കാഴ്ചകളെ സറിയലാക്കുന്നു. ഉയർന്ന കാഴ്ചയാണിത്. യഥാർത്ഥത്തിൽ അകക്കാഴ്ചയാണ് ഈ ചിത്രം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ വളരെ സങ്കീർണമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ചിത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അന്യഭാഷാ പദങ്ങൾ നമ്മുടേതാക്കി മാറ്റുമ്പോൾ നമ്മുടെ വ്യാകരണ നിയമങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. അതുവഴി ആ പദം നമ്മുടെ ഭാഷയിലേക്ക് ചേക്കേറും. ഉദാഹരണത്തിന് റൗണ്ട്സിന് സൂപ്രണ്ടിന്റെ, ഹോസ്പിറ്റലിൽ ഫിസിഷ്യനോട്, ടെൻഷനാൽ എന്നിങ്ങനെ പ്രചാരം വളരെ പ്രശസ്തമായ, വളരെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ മറ്റേത് ഭാഷയിൽ നിന്നാണേലും നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടേതായ പ്രത്യയങ്ങൾ ചേർത്തില്ല ആണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. നമ്മുടേതായ വ്യാകരണ നിയമങ്ങളാണ് അതിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം ഡോക്ടറെ അല്ലെങ്കിൽ ടീച്ചറിനോട്, ജഡ്ജിക്ക്, കോളേജിൽ, ബിൽഡിങ്ങിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവയെ കണ്ടെത്തിയെന്ന് പട്ടികപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.